ഉർവശി ശാപം ഉപകാരമായെന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യൻ വംശജ കൂടിയായ നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും പുറത്തുവരുന്നത്. മടക്കയാത്രയ്ക്കുള്ള സാങ്കേതിക തകരാർ മൂലം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിതയ്ക്ക് പക്ഷേ ഇപ്പോൾ റെക്കോർഡുകളുടെ പെരുമഴക്കാലമാണ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത സ്വന്തമാക്കിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാർ കാരണം 8 മാസത്തോളമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒരുമിച്ച് ആദ്യമായി ബഹിരാകാശത്ത് നടന്നിരുന്നു. ഇതോടെയാണ് പുതിയ റെക്കോർഡ് നേടിയത്. 5 മണിക്കൂർ 26 മിനിറ്റാണ് സുനിത കഴിഞ്ഞ ദിവസം ബഹിരാകാശത്ത് നടന്നത്. ഇതോടെ ആകെ നടത്തം 62 മണിക്കൂർ 6 മിനിറ്റായി. 2017 നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരി പെഗി വിറ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. 60 മണിക്കൂർ 21 മിനിറ്റായിരുന്നു പെഗി വിറ്റ്സണിന്റെ റെക്കോർഡ് സമയം. തന്റെ 19ാം ബഹിരാകാശ നടത്തത്തിലാണ് സുനിത നേട്ടം സ്വന്തമാക്കിയത്. നിലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായിരുന്നു നടത്തം. ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷം ആദ്യമായാണ് വിൽമോർ പുറത്തിറങ്ങുന്നത്. നിലയത്തിന്റെ കമാൻഡർ കൂടിയായ സുനിത 2 ആഴ്ച മുമ്പ് മറ്റൊരു ബഹിരാകാശ സഞ്ചാരിക്കൊപ്പം ബഹിരാകാശത്ത് നടന്നിരുന്നു. സുനിതയുടെ മറ്റൊരു രസകരമായ റെക്കോർഡ് കൂടി ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുകയാണ്. സുനിതയുടെ 9ാമത്തെ ബഹിരാകാശ നടത്തത്തിനിടെ സുനിത ഒരു സെൽഫി എടുത്തു. ലോകത്തെ അമ്പരപ്പിക്കുന്ന ആ സെൽഫി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. കാരണം അത്രയ്ക്ക് മനോഹരവും കുളിർമയേകുന്ന ചിത്രവുമായിരുന്നു അത്. ഈ സെൽഫിയിൽ ഒരു വശത്ത് പസഫിക് സമുദ്രവും മറുവശത്ത് ബഹിരാകാശ നിലയവും കാണാം. ISSന് പുറത്തെ ബഹിരാകാശ നടത്തത്തിനിടെ സുനിത എടുത്ത സെൽഫി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് പങ്കുവച്ചത്. ഈ സെൽഫിയെ ദി അൾട്ടിമേറ്റ് സെൽഫി എന്നാണ് നാസ വിളിച്ചത്. ഈ ചിത്രം ജനുവരി 30-നാണ് സുനിത വില്യംസ് എടുത്തത്. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബഹിരാകാശ നിലയം പസഫിക് സമുദ്രത്തിന് 423 കിലോമീറ്റർ മുകളിലായിരുന്നു. 2025 ജനുവരി 30-ന് പസഫിക് സമുദ്രത്തിന് മുകളിൽ 263 മൈൽ ഉയരത്തിൽ ISS പരിക്രമണം ചെയ്യുമ്പോഴാണ് ഈ സവിശേഷ ഫോട്ടോഷൂട്ട് നടന്നതെന്ന് നാസ പറയുന്നു. 5.5 മണിക്കൂർ നീണ്ടുനിന്ന ഈ 9ാം ബഹിരാകാശ നടത്തത്തിനിടെ സുനിത വില്യംസും ബഹിരാകാശ യാത്രികൻ ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിന്റെ പുറം ഭാഗത്തു നിന്നും ചില ഉപകരണങ്ങൾ നീക്കം ചെയ്യുകയും ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ വെന്ററിനടുത്ത് നിന്ന് ചില ഉപരിതല സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തതായും നാസ പറഞ്ഞു. ബഹിരാകാശ നിലയം സൂക്ഷ്മാണുക്കളെ പുറത്തുവിടുന്നുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അവയ്ക്ക് അതിജീവിക്കാനും ബഹിരാകാശത്ത് വ്യാപിക്കാനും കഴിയുമോ, അവയ്ക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ സാമ്പിളുകൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്ന് നാസ പറയുന്നു. കഠിനമായ ബഹിരാകാശ പരിതസ്ഥിതികളിൽ ഈ സൂക്ഷ്മാണുക്കൾ അതിജീവിക്കുകയും പുനരുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നും ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവ എങ്ങനെ പ്രവർത്തിക്കുമെന്നും മനസ്സിലാക്കാനും ഗവേഷകരെ അവ സഹായിക്കും. അതുകൊണ്ട് തന്നെ ചന്ദ്ര, ചൊവ്വ ദൗത്യങ്ങൾക്ക് തയ്യാറെടുക്കാൻ ഈ കണ്ടെത്തലുകൾ ശാസ്ത്രജ്ഞർക്ക് സഹായകരമാകും. മാത്രമല്ല, ഈ സെൽഫിയിലെ ഹെൽമറ്റിൽ സുനിത വില്യംസിന്റെ പ്രതിബിംബം കാണാം. പിന്നിൽ വിശാലമായ ഇരുട്ട് നിറഞ്ഞ സ്ഥലവും കാണാം. ബഹിരാകാശ നിലയത്തിന്റെ ഒരു ഭാഗവും കടും നീല പസഫിക് സമുദ്രവും ഈ സെൽഫിയിൽ ദൃശ്യമാണ്. ഭൂമിയുടെ ഒരു ഭാഗവും ഫ്രെയിമിൽ സൂക്ഷ്മമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ചിത്രത്തെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സെൽഫി എന്നാണ് പ്രശംസിച്ചിരിക്കുന്നത്. 2024 അവസാന മാസം സുനിത ബഹിരാകാശ നിലയത്തിൽ ചീരകൃഷി നടത്തിയതും വാർത്തയായിരുന്നു. പ്ലാന്റ് ഹാബിറ്റേറ്റ് 07 എന്ന പരീക്ഷണം പ്രതികൂല സാഹചര്യങ്ങൾ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കാൻ സഹായകമാക്കുന്നതാണ്. ഒപ്പം ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പരീക്ഷണം കൂടിയാണിത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ മുൻപും കൃഷിയും പാചകവുമൊക്കെ നടന്നിട്ടുണ്ട്. 2021 ഭൂമിയിൽ നിന്ന് ശീതീകരിച്ചു കൊണ്ടുപോയ ബീഫും തക്കാളിയും മസാലയ്ക്കും സോസിനുമൊപ്പം നല്ല ഫ്രഷ് പച്ചമുളക് കൂടി ചേർത്ത് ടാക്കോസ് എന്ന പലഹാരമുണ്ടാക്കി ബഹിരാകാശ യാത്രികർ ഭക്ഷിച്ചു. ഇതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടു. ടാക്കോസിൽ ഉപയോഗിച്ച പച്ചമുളക് പിടിച്ചത് ബഹിരാകാശത്ത് തന്നെയാണ്. ബഹിരാകാശ നിലയത്തിൽ നട്ടുവളർത്തിയ പച്ചമുളക് ചെടിയിൽ പിടിച്ച മുളകുകളാണ് ടാക്കോസിനായി ഉപയോഗിച്ചത്. അതിനും 4 മാസം മുൻപാണ് ബഹിരാകാശ നിലയത്തിൽ യാത്രികർ മുളക് ചെടി വളർത്താൻ തുടങ്ങിയത്. ഇതിന് വലിയ ശ്രദ്ധ കൈവന്നിരുന്നു. പച്ചമുളകും പഴുത്തു ചുവന്ന നിറത്തിലുള്ള മുളകുകളും ഈ കൃഷിയിലുണ്ടായി. പ്ലാന്റ് ഹാബിറ്റേറ്റ് 04 എക്സ്പെരിമെന്റ് എന്നായിരുന്നു ഈ പരീക്ഷണത്തിന് നൽകിയ പേര്. 2020 നാസ ബഹിരാകാശത്ത് റാഡിഷുകൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുനിതയുടെ മടക്കയാത്ര സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. 2024 ജൂൺ മാസം മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലുണ്ട്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിലെ സാങ്കേതിക തകരാർ കാരണം അവരെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും 8 മാസമായി ISSൽ തുടരുന്നത്. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലെത്തിയത്. പക്ഷേ തകരാറുകളെ തുടർന്ന് തിരിച്ചുവരവ് പലതവണ മാറ്റിവെക്കേണ്ടി വന്നു.
എന്തായാലും ഈ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തിന് മുമ്പ് ഭൂമിയിലേക്ക് ഇരുവരുടെയും തിരിച്ചുവരവ് സാധ്യമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിലും ഇവരെ എത്രയും വേഗം തിരികെ എത്തിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്പേസ് എക്സ് CEO ഇലോൺ മസ്കും പറഞ്ഞത് പ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്.